ഇനി പഴമകളെല്ലാം ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരെ പറ്റി കേട്ടിട്ടുണ്ടോ? പണ്ട് ഉപയോഗിച്ചിരുന്ന പുസ്തകങ്ങൾ, വസ്ത്രങ്ങൾ, അങ്ങനെ എല്ലാം സൂക്ഷിച്ചു വെക്കുന്ന ചില ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലെ? അങ്ങനെ ഓർമ്മകളുടെ വസന്തം പേറി ജീവിക്കുന്ന എത്രയോ മനുഷ്യർ. ആരൊക്കെയോ കരുതി വെച്ചതെല്ലാം പിന്നീട് വന്ന തലമുറയ്ക്ക് ചരിത്രമായി മാറിയ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യൻ പാസ്പോർട്ടിന്റെ ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത്. 10-12 വർഷമല്ല, 95 വർഷം പഴക്കമുള്ള ഒരു പാസ്പോർട്ട്. ഇന്ദുലേഖ രേണു കൂടുതൽ വിവരങ്ങൾ പറയും. ഇന്ദു, ഇതെന്താണ് സംഭവം? ഇത് ആർക്കാണ് കിട്ടിയത്? ഇതെങ്ങനെയാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ ഈ ഒരു പാസ്പോർട്ട് വൈറലാകുന്നത്? സന്ധ്യ, ഇത് പറഞ്ഞതുപോലെ തന്നെ 95 വർഷത്തോളം പഴക്കമുള്ള ഒരു പാസ്പോർട്ടാണ്. അത് കണ്ടുകിട്ടിയ ഒരാൾ ഇതുപോലെ എക്സിൽ പങ്കുവെച്ചതാണ്. പങ്കുവെക്കുമ്പോൾ തന്നെ ഒരുപാട് അഭിപ്രായങ്ങളും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള പല കമൻറ്റുകളും ഒക്കെ വരും. ചിലപ്പോൾ നമുക്കിപ്പോൾ ഈ പാസ്പോർട്ട് കാണുമ്പോൾ പണ്ടത്തെ ഒരു മലയാളം സിനിമയിൽ ഉർവശിയുടെ ഒരു ഡയലോഗ് ഓർമ്മ വരുമായിരിക്കും. കടിഞ്ഞൂൽ കല്യാണ സിനിമയിൽ ഉർവശി പറയുന്നുണ്ട്, ഇത് ഞാൻ ആദ്യമായി പല്ല് തേച്ച ബ്രഷ്, അല്ലെങ്കിൽ ഇത് ഞാൻ ആദ്യമായി ഉപയോഗിച്ച ബാഗ് എന്നൊക്കെ. ഇതുപോലെ നമ്മളും ഒരുപാട് കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുന്നുണ്ടാവും അല്ലേ, കുട്ടിക്കാലം തൊട്ടേ. എനിക്കുമുണ്ട്, ഇതുപോലെ സന്ധ്യയ്ക്കും ഉണ്ടാവും, അല്ലെങ്കിൽ ഇതുപോലെ കണ്ടു നിൽക്കുന്ന ഒരുപാട് പേർക്കും ഉണ്ടാവും. അത്തരത്തിലൊരു സൂക്ഷിപ്പാണ് ഇതെന്ന് തന്നെ പറയാം. അങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതിൽ ഇന്ത്യയുടെ പറയാൻ മറന്നുപോയ, അല്ലെങ്കിൽ നമ്മളറിയാത്ത, അല്ലെങ്കിൽ നമ്മളറിഞ്ഞ ഒരു ചരിത്രം തന്നെ ഉറങ്ങുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം 1930 അതാണ് ആ പാസ്പോർട്ടിലുള്ള വർഷം. അതായത് 1947 ഒരു അർദ്ധരാത്രി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനും മുൻപുള്ള ഒരു പാസ്പോർട്ടാണ്. അന്നത്തെ കാലഘട്ടത്തിലെ യാത്രകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. എത്ര പാടുപെട്ടാണ്, അല്ലെങ്കിൽ അത്ര സുഗമമായിരുന്നില്ല ഇന്നത്തെ പോലെ ഈ ട്രെയിനിലെ യാത്രയും അല്ലെങ്കിൽ വിമാനത്തിലെ യാത്രയൊക്കെ. ഇത് അത്തരത്തിൽ കർദാർ സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ പാസ്പോർട്ടാണ്. ഏത് തരത്തിലായിരിക്കും അന്നത്തെ ആൾക്കാർ സഞ്ചരിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവർക്കിത് കിട്ടുന്നത് സുഗമമായിരുന്നു, അല്ലെങ്കിൽ അന്ന് കൊളോണിയൽ റൂളൊക്കെ നിലനിന്നിരുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് എങ്ങനെ ഇവർക്ക് പാസ്പോർട്ട് കിട്ടി, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള കഥ തുടങ്ങി ഒരുപാട് ചരിത്രം ഈ പാസ്പോർട്ടിന് പിന്നിൽ ഉറങ്ങുന്നുണ്ടായിരിക്കും. ഇത്തരത്തിലൊരു സൂക്ഷിപ്പ് നമ്മളിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ ഇതിപ്പോൾ കോടിക്കണക്കിന് ആളുകളിലേക്കാണ് എത്തിയിരിക്കുന്നത്, അങ്ങനെ ഒന്ന് പങ്കുവെക്കപ്പെടുമ്പോൾ നമ്മളിൽ പലരും ഓർക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവാം. ഇപ്പോൾ ഞാൻ പറഞ്ഞതടക്കം നമ്മളിൽ പലരുടെയും മനസ്സിലൂടെ കടന്നു പോയിട്ടുള്ള കാര്യങ്ങളാവാം. അങ്ങനെ പറയാൻ അതിസമ്പന്നമായിട്ടുള്ള ഒരു ചരിത്രം തന്നെ ഉള്ള ഒരു പാസ്പോർട്ടാണെന്ന് തന്നെ പറയാം. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഒരു മോണോഗ്രാം ഒക്കെയുള്ള നല്ല കരിനീല കളറിൽ അക്ഷരങ്ങളൊക്കെ മാഞ്ഞു തുടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ ദ്രവിച്ചു തുടങ്ങിയെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ അത് കണ്ടാൽ തന്നെ അറിയാം നല്ല പഴക്കമുണ്ട്, നല്ല ഭംഗിയിൽ ആരോ സൂക്ഷിച്ചു വെച്ചതാവാം. പറഞ്ഞതുപോലെ പലരുടെ കൈമാറി വന്നതാവാം, അല്ലെങ്കിൽ ഒരാൾ തന്നെ സൂക്ഷിച്ചു വെച്ചതാണ്. എന്തായാലും ഈ വ്യക്തി കർദാർ സിംഗ് എന്ന ഒരാൾ ഇപ്പോൾ ജീവിച്ചിരിക്കാൻ യാതൊരു വഴിയുമില്ല. കാരണം ഒരു 95 വർഷങ്ങൾക്ക് മുൻപാണ് ഈ പാസ്പോർട്ട് എടുത്തിട്ടുള്ളത്. അന്ന് അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ടാവുമെന്നോ കാര്യങ്ങളൊക്കെ അതിൻ്റെ ബാക്കി നോക്കിയാലേ നമുക്കറിയാൻ സാധിക്കൂ. പക്ഷേ ഇത്തരം ഒരു പാസ്പോർട്ട് നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്കൊരു വല്ലാത്ത കൗതുകം തോന്നുന്നുണ്ടാവും. കാരണം 1947 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ പാസ്പോർട്ടിൻ്റെ ഉപയോഗം നിർത്തലാക്കി. അതിപ്പോൾ ഉപയോഗിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണുള്ളത്. എങ്കിലും അതൊരു വിലമതിക്കാനാവാത്ത, അല്ലെങ്കിൽ നമ്മുടെ പഴയ ഹിസ്റ്ററി ബുക്കുകളിലൊന്നും കാണാൻ സാധിക്കാത്ത ഒരു ചരിത്രമായി പറയാം, അല്ലെങ്കിൽ ഒരു നിധിയായിട്ട് തന്നെ നമുക്കിതിനെ കാണാൻ സാധിക്കും. നമുക്കൊക്കെ ഉണ്ടാവും ഇത് കാണുമ്പോൾ ഒരു മെമ്മറി അല്ലേ. നമുക്കും ഇതുപോലെ പലതും കാണുമ്പോൾ ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ പലതും കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തും. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, പണ്ട് അച്ഛൻ്റെ പഴയ മേശ തുറന്നപ്പോൾ ഒരു ഡയറി കയ്യിൽ കിട്ടി. അന്ന് ജനുവരി 27 അച്ഛൻ കുറിച്ച് വെച്ചിട്ടുണ്ട്, എനിക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു എന്ന്. അന്ന് അത് കണ്ടപ്പോൾ എനിക്കുണ്ടായ സന്തോഷം, അല്ലെങ്കിൽ നമുക്കുണ്ടായ ഒരു ഫീലിംഗ് ഈ പറഞ്ഞിട്ടുള്ള കർദാർ സിംഗിൻ്റെ ചെറുമക്കൾക്ക് ആർക്കെങ്കിലും കാണുമ്പോൾ എൻ്റെ മുത്തച്ഛൻ്റെ, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ, അദ്ദേഹം എന്താണ് കാത്തു സൂക്ഷിച്ചിരുന്ന ഒന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്ന ഒന്ന് എന്നൊക്കെ ഓർത്തു പോകുന്ന ഒരു സ്വത്തായിരിക്കാം ഇത്. അദ്ദേഹത്തിന് മാത്രമല്ല, ഇത് കാണുന്ന നമുക്കും ഓർത്തെടുക്കാനും, അല്ലെങ്കിൽ ചിന്തിക്കാനും ആലോചിക്കാനും ഒക്കെ ഒരുപാടുണ്ടായിരിക്കും. ഇന്ദുലേഖ ഇത് അതിമനോഹരമായി പറഞ്ഞു കേട്ടോ. അതായത് ഒരു സാധനം നമ്മൾ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ അത് പിന്നീട് വരുന്ന തലമുറയ്ക്ക് അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം എത്രത്തോളം ആയിരിക്കും, ആ ഒരു കൗതുകം എത്രത്തോളം ആയിരിക്കുമെന്ന് ഇന്ദുവിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലായി. കാരണം ഇന്ദുലേഖ പറഞ്ഞൊരു കാര്യം, അച്ഛൻ്റെ ഡയറി എടുത്ത് നോക്കിയപ്പോൾ എനിക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു എന്നുള്ളത് വർഷങ്ങൾക്ക് മുൻപ് എഴുതിയത്, ഇന്ദുലേഖയെക്കുറിച്ച് അച്ഛൻ എഴുതിയത് സ്വയം വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം. അതുപോലെ തന്നെയാണ് നമ്മൾ പലപ്പോഴും നമുക്ക് ഈ വസ്തുക്കളൊക്കെ സൂക്ഷിച്ചു വെക്കണം, നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കണം എന്നൊരു തോന്നലൊന്നും ഉണ്ടാവില്ലായിരിക്കാം. പക്ഷെ നമ്മൾ മരിച്ചതിന് ശേഷം നമ്മൾ അവശേഷിപ്പിച്ച എന്തെങ്കിലും ഒരു വസ്തു ഇങ്ങനെ നമുക്ക് ശേഷം വരുന്ന ഒരു തലമുറയ്ക്ക് കിട്ടുകയാണെങ്കിൽ അവർക്കതൊരു കൗതുകവും സന്തോഷവും ഒക്കെ തന്നെ ആയിരിക്കും അല്ലേ ഇന്ദു? ശരി.